ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മുന്തിരിയും അതുപോലെ അനാറും വെച്ചിട്ട് നമുക്ക് ഇടനേരങ്ങളിലൊക്കെ ഒരു സാലഡ് പോലെയോ അല്ലെങ്കിൽ ഒരു ചാറ്റ് പോലെയോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ മുന്തിരി നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.5 കപ്പോളം മുന്തിരി ഉണ്ടാവും. ഇത് നമുക്ക് കുറച്ച് ചെറുതായിട്ട് ഓരോ മുന്തിരിയും ഒരു 2-3 പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ടുള്ള മുന്തിരി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ചെറിയ അനാറ് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയിലയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ്. നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ ചാറ്റ് മസാല ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് ചെറിയ ജീരകം പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഈ സാലഡിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പുളിക്കായിട്ട് ഒരു ടേബിൾ സ്പൂണോളം നാരങ്ങാനീര് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുരുമുളക് പൊടിക്ക് പകരം പച്ചമുളക് വേണമെങ്കിലും കട്ട് ചെയ്ത് ചേർക്കാം. പച്ചമുളകാകുമ്പോൾ അതിനിടയിൽ കടിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാതിരുന്നത്. അപ്പോൾ പച്ചമുളകോ കുരുമുളക് പൊടിയോ നമ്മളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് സമയം തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. നല്ല ടേസ്റ്റാണ്. നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു സാലഡാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.